റേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നോൺ മെറ്റൽസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ആ ചാപ്റ്ററിലെ ലെറ്റസ് അസസ് എന്ന ഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുൾ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഫോമിലുള്ള PDF നോട്ടും നമ്മളെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അതിൽ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് ഫുള്ളൊന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുക, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് നമുക്ക് അപ്പോഴേക്കും നമുക്ക് മാക്സിമം അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക. എന്താ ചോദ്യത്തിൽ പറയുന്നത്? സം ഗ്യാസസ് ആർ ഗിവൺ ഇൻ ദ ഫോളോയിങ് ബോക്സ്. കുറച്ച് ഗ്യാസുകൾ തന്നിട്ടുണ്ട്: ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ. ചൂസ് സ്യൂട്ടബിൾ ആൻസേഴ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. അപ്പോൾ ഇതിൽ നിന്നും ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ഇൻ ദ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് KMnO4? അപ്പോൾ നിങ്ങൾക്കറിയാം, KMnO4 എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതിനെ തെർമൽ ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഏത് ഗ്യാസ് കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് തരുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്, അല്ലേ? നമ്മൾ ആ ഒരു ബേണിംഗ് ഫ്ലെയിം കൊണ്ടുപോകുമ്പോൾ അത് ശക്തമായി കത്തുകയെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അടുത്ത ചോദ്യം: വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ? അല്ലേ, നമുക്കറിയാം, നമ്മൾ സിറ്റി ലിമിറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോർപ്പറേഷൻ വെള്ളത്തിൽ ഒരു പ്രത്യേക മണമുണ്ട്. ആ മണമെന്ന് പറയുന്നത് ക്ലോറിൻ്റെയാണ്. സോ ക്ലോറിനാണ് ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്: വിച്ച് എലമെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്? അല്ലെ, ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള, അല്ലേ, നമ്മുടെ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിലൂടെ വരുന്ന ഒരു എലമെൻറ്റിനെ പറ്റി നമ്മൾ പഠിച്ചു. ഏതാണത്? അത് നൈട്രജൻ ആണ്. നമ്മുടെ ആ പറയുന്ന ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? നൈട്രജൻ ആണ്. അടുത്ത്: വിച്ച് ഈസ് ദ ഇൻഫ്ലെയിമബിൾ ഗ്യാസ് ഒബ്റ്റൈൻഡ് ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ? വാട്ടറിലേക്ക് വൈദ്യുതി കൊടുക്കുന്നതിനാണ് നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് രണ്ട് ഗ്യാസുകളാണ് കിട്ടുന്നത്, ഒന്ന് ഓക്സിജനും മറ്റൊന്ന് ഹൈഡ്രജനും. അതിൽ ഇൻഫ്ലെയിമബിൾ ഗ്യാസ് എന്ന് ചോദിക്കുമ്പോൾ ഏതായിരിക്കും നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്? അത് ഹൈഡ്രോജൻ ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫ്ലെയിമബിൾ എന്ന് വെച്ചാൽ കത്താൻ സഹായിക്കുന്ന, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി. സോ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ചോദ്യവും ഉത്തരവും അടങ്ങുന്ന PDF നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് അവിടെ നമ്മൾ ചോദ്യം പറയുന്നില്ല, ആൻസർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ എക്സാമ്പിൾസ് ഓഫ് ദ അലോട്രോപ്സ് ഓഫ് കാർബൺ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്കറിയാം, കാർബൺ അലോട്രോപ്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്നും അതുപോലെ തന്നെ എന്താണ് അമോർഫസ് എന്നും. അതിൽ ക്രിസ്റ്റലൈനിൽ എക്സാമ്പിൾ വരുന്ന ഏതൊക്കെയാണ്? ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. ഡയമണ്ട് അല്ലാതെ നമ്മൾ പിന്നെ മറ്റൊരു എക്സാമ്പിളിനെ പറ്റി പഠിച്ചു. ആരാണത്? അതാണ് നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിനെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഗ്രാഫൈറ്റിൻ്റെ 2D ആയിട്ട് വരുന്ന ഏതാണ്? ഗ്രാഫീനെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ ആരെ പറ്റി പഠിച്ചു? ഫുള്ളറീൻസ്, അല്ലേ? ഫുള്ളറീൻസിനെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ 4 എക്സാമ്പിൾ നമുക്ക് ഇതായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അമോർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നും ഇല്ലാത്ത, അല്ലേ? അത് വരുന്നതാണ് ഏത്? നമ്മുടെ കോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏത് വരും? ചാർക്കോൾ വരും, പിന്നെ കോക്ക്. അങ്ങനെ നമുക്ക് എത്ര എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. തെറ്റല്ലേ? ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് ഗിവൺ ടു ഐഡൻറ്റിഫൈ ക്ലോറൈഡ് സോൾട്ട്. റൈറ്റ് ഡൗൺ ദ ഒബ്സർവേഷൻ ആൻഡ് ദ ഇൻഫറൻസ്. നമുക്കറിയാം, ക്ലോറൈഡ് സോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എക്സാമ്പിൾ എന്താണ്? അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും അവിടെ? നമുക്ക് അവിടെ ഒരു വൈറ്റ്, ഞാൻ PPT എന്ന് എഴുതുന്ന പ്രസിപ്പിറ്റേറ്റ് ആണ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അവിടെ ക്ലോറൈഡ് സോൾട്ട് ഉണ്ടെന്നുള്ള പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? NH4OH, അല്ലെ, അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഈ പറയുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് ആ സൊല്യൂഷൻ കളർലെസ് ആവുമെന്ന് പറയാൻ പറ്റും. അതായത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അലിഞ്ഞു പോകുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺഫേം ചെയ്യാൻ പറ്റും അവിടെ എന്താണെന്ന്, ക്ലോറൈഡ് സോൾട്ട് ഉണ്ടെന്നുള്ള കാര്യം. ആ എക്സാമ്പിൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. അടുത്ത് വരുന്നത് നമ്മുടെ ഏതാണ്? നാലാമത്തെ ചോദ്യമാണ്. ചോദ്യത്തിൽ പറയുന്നത്: ഫൈൻഡ് ദ സ്യൂട്ടബിൾ ഗ്യാസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. ഓക്കെ, ഓരോ സിറ്റുവേഷനും പറ്റുന്ന ഗ്യാസ് ഏതാണ്? ആൻഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദ റോക്കറ്റ് ഫ്യൂവൽ. റോക്കറ്റ് ഫ്യൂവലിൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം, അത് ഓക്സിജൻ ആണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഡിപ്ലീഷൻ ഓഫ് ഓസോൺ. ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ടു ഇൻഫ്ലേറ്റ് ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്? അത്
നൈട്രോജനാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്നതാണ്. സിമ്പിൾ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ് ഇൻ എ ബോയിലിംഗ് ട്യൂബ്. ഒരു ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്യുന്നു. എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ് ഇൻസേർട്ടഡ് ടു ദ മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ. എന്ത് പറ്റും? നമുക്കറിയാം ഇവിടെ ഫോം ചെയ്യുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. ഓക്സിജൻ കത്താൻ സഹായിക്കും. അപ്പോൾ എന്ത് പറ്റും? ദ മാച്ച് സ്റ്റിക്ക് വിൽ ബേൺ മോർ വിഗറസ്ലി അല്ലേ? ഇതായിരിക്കും, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും? കത്തും അല്ലേ? അത് നല്ല രീതിയിൽ കത്തും. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? ഓക്സിജൻ കൊണ്ടാണ് അതോടെ സംഭവിച്ചത്. ആറാമത്തെ ചോദ്യം, റൈറ്റ് ദ ആൻസേഴ്സ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഓൺ ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഇൻ ദ ലബോറട്ടറി. അപ്പോൾ ലബോറട്ടറിയിൽ ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കെമിക്കൽസ് ആണ് വേണ്ടത് അല്ലേ? വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഗ്യാസ്? അപ്പോൾ ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവിടെ 2 കെമിക്കൽസ് വേണമായിരുന്നു. ഏതൊക്കെയാണ് കെമിക്കൽസ് എന്ന് പറയുന്നത്? ഒന്ന് KMNO4 എന്നറിയപ്പെടുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റും, അതോടൊപ്പം തന്നെ നമ്മളിവിടെ എന്താ ആഡ് ചെയ്യുന്ന മറ്റൊരു സാധനം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് നമ്മളവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്ലോറിൻ ഗ്യാസ് ഈസ് കളക്റ്റഡ് ബൈ പാസിംഗ് ഇൻ ത്രൂ വാട്ടർ. അല്ലെങ്കിൽ കിട്ടുന്ന ഗ്യാസിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? വാട്ടറിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വ്യക്തമായി നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ പറയുന്ന നമ്മുടെ ഫോം ചെയ്ത ക്ലോറിൻ ഗ്യാസിനകത്തുള്ള എന്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ പറഞ്ഞ ഹൈഡ്രോജൻ ക്ലോറൈഡ് അല്ലേ? ഏതാണ്? ഹൈഡ്രോജൻ ക്ലോറൈഡ്. അതായത് ഈ HCl-ൻ്റെ അംശങ്ങളുണ്ടാവും, അത് റിമൂവ് ചെയ്യാൻ, അത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടറിൽ കൂടി പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ സൾഫ്യൂരിക് ആസിഡിൽ കൂടെ പാസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിൽ കൂടെ പാസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഉള്ള ഈ പറയുന്ന ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ടാണല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആറാമത്തെ ചോദ്യം. അടുത്ത ഏഴാമത്തെ ചോദ്യം, ദ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ദ ക്ലോറിൻ റിക്വയർസ് മോയ്സ്ചർ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? കാരണം ഈ പറയുന്ന ക്ലോറിൻ എന്ന് പറയുന്ന സാധനം വാട്ടറുമായിട്ട് എന്താണ് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്? നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് ഫോം ചെയ്യുന്നത് അല്ലേ? ഇവിടെ എന്ത് ഫോം ചെയ്യും? ക്ലോറസ് ആസിഡ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഈ പറയുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് റിയാക്ട് ചെയ്യുകയും അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഒരു സാധനം ഫോം ചെയ്യുമല്ലോ. എൻ്റെ പേരാണ് എന്ത്? നേസെൻ്റ് ഓക്സിജൻ. നമ്മൾ ഓക്സിജൻ ഇങ്ങനെ കാണിച്ചല്ലോ. അപ്പോൾ ഈ നേസെൻ്റ് ഓക്സിജൻ ആണ് ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്? കളറിനെ ബ്ലീച്ച് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ക്ലോറിൻ ചേർന്ന് HCl-ഉം ഹൈപ്പോക്ലോറസ് ആസിഡും ഫോം ചെയ്യുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നമ്മുടെ PDF കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന സമയം കളയുന്നില്ല. ഓക്കെ, അടുത്ത എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മസ്റ്റ് ബി ബാൻഡ് കംപ്ലീറ്റ്ലി ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മസ്റ്റ് ബി പ്രൊമോട്ടഡ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ആർഗ്യുമെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിപ്പോൾ ജസ്റ്റിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്കങ്ങനെ ഓർഗാനിക് മാത്രം ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. സോ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമുക്ക് രണ്ടും ഉപയോഗിക്കണം, എങ്കിലും എന്താണ് ഓർഗാനിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ റീസൺ നമ്മളൊരു ടേബിളിൽ പഠിച്ചിരുന്നു അല്ലേ? ഒരു ടേബിൾ നമ്മൾ പഠിച്ചു. എന്താണ് അതിനകത്ത്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനെ പറ്റും, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ പറ്റും, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിച്ചു. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഉത്തരം എഴുതാം. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കെമിക്കൽ ഫെർട്ടിലൈസർ മണ്ണിന് അത്ര നല്ലതല്ല, എന്നാൽ ഓർഗാനിക് മണ്ണിൻ്റെ കോമ്പോസിഷൻ നിലനിർത്താൻ നല്ലതാണ്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഒമ്പതാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കെമിക്കൽ റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രോജൻ ഇൻ ലബോറട്ടറി? ഹൈഡ്രോജൻ ലാബിൽ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് എന്തൊക്കെയായിരുന്നു? നമുക്ക് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും അതിനകത്ത് സിങ്കിൻ്റെ ഗ്രാനുൾസ് ഇട്ടപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഹൈഡ്രോജൻ ഗ്യാസ് കിട്ടിയത്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്ക് ഗ്രാനുൾസും ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഹൗ വിൽ യു ഐഡൻറ്റിഫൈ ദ ഗ്യാസ് ഒബ്റ്റെയിൻഡ് ഈസ് ഹൈഡ്രോജൻ? എന്ത് ചെയ്യും? നമ്മളൊരു മാച്ച് സ്റ്റിക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അതൊരു പോപ്പ് സൗണ്ടോടെ കത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. പത്താമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെറിറ്റ് ഓഫ് ഹൈഡ്രോജൻ വെൻ ഇറ്റ് ഇസ് യൂസ് എ ഫ്യൂവൽ? ഹൈഡ്രോജൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല അത് ബേൺ ചെയ്യുമ്പോൾ നമുക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന വാട്ടറാണ്. ഈ 2 കാരണം തന്നെയാണ് ഹൈഡ്രോജൻ നല്ലൊരു ഫ്യൂലായിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം. അടുത്ത്, വാട്ട് ആർ ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രോജൻ? ഹൈഡ്രോജന് 3 ഐസോടോപ്പാണുള്ളത്. പ്രോട്ടിയം, ഡ്യൂട്രിയം ആൻഡ് ട്രിഷ്യം അല്ലേ? ഇതൊക്കെയാണ് പ്രോട്ടിയം, ഡ്യൂട്രിയം ആൻഡ് ട്രിഷ്യം. ഇത് ഞാനിപ്പോൾ എഴുതി സമയം കളയുന്നില്ല. PDF-നകത്ത് വ്യക്തമായി കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്ത് വിച്ച് എമംഗ് ദീസ് ഇസ് ഐസോടോപ്പ് വിത്തൗട്ട് എ ന്യൂട്രോൺ? ഇതിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആരാണ്? അത് പ്രോട്ടിയമാണ്. പ്രോട്ടിയത്തിനകത്ത് എന്തില്ല? ന്യൂട്രോൺ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നമ്മളന്ന് ക്ലാസ്സിൽ ഞാൻ ആ 3 ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തന്ന് പറഞ്ഞു തന്നതാണ്. ഓർമ്മയുണ്ടോ? അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ, മറന്നുപോയെങ്കിൽ ഓടി ചെന്ന് കാണണം. ഓക്കെ,
വാട്ട് ഈസ് മെൻ ബൈ കലോറിഫിക് വാല്യൂ? കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി റിലീസ്ഡ് ഫ്രം ദ യൂണിറ്റ് മാസ് ഓഫ് ദ ഫ്യൂവൽ, അല്ലെ, ഓൺ കംപ്ലീറ്റ് കമ്പഷൻ. കംപ്ലീറ്റ് ആയി ഒരു ഫ്യൂവൽ കത്തുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കലോറിഫിക് വാല്യൂ എന്ന് വിളിക്കുന്നത്. അടുത്ത, സം ഫ്യൂവൽസ് ആർ ഗിവൻ ഇൻ ദ ബോക്സ്, വിച്ച് ഫ്യൂവൽ ഹാസ് ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ? നമുക്കറിയാം ഹൈഡ്രോജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത്. ഹൈഡ്രോജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ. വാട്ട് ആർ ദ റീസൺസ്? എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? ഒന്ന്, ഈ ഹൈഡ്രോജൻ ഗ്യാസ് എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ട്, ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് ആണ്. ഓക്കെ, ഇത് രണ്ട് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാത്തത്, അല്ലെങ്കിൽ വണ്ടികളിൽ ഉപയോഗിക്കാത്തത്, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. 12ാമത്തെ ചോദ്യം, വൺ ഓഫ് ദ ക്രിസ്റ്റലൈൻ ഫോംസ് ഓഫ് കാർബൺ ഈസ് ഡയമണ്ട്. ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എന്തുകൊണ്ടാണ്? ഡയമണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ 4 ബോണ്ടിലും മറ്റൊരു കാർബണായിട്ട് ബോണ്ടിങ് ഉണ്ട്, അല്ലേ? അവിടെ ആരില്ല, അവിടെ ഫ്രീ ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഡയമണ്ട് എന്ത് ചെയ്യാത്തത്? കണ്ടക്ട് ചെയ്യാത്തത്, അല്ലേ? 4 കാർബണാറ്റവും കോവാലൻ്റ്ലി ബോണ്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ബോണ്ടാണ്, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, സോ ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രോൺ. 13ാമത്തെ ചോദ്യം, അലോട്രോപ്പ് ഓഫ് കാർബൺ ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഏതാണ്? അത് ഗ്രാഫൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്, അല്ലേ? കാരണം എന്താണ്? ഗ്രാഫൈറ്റിൻ്റെ 3 കാർബണെ എന്ത് ചെയ്തിട്ടുള്ളൂ? ബോണ്ട് ചെയ്തിട്ടുള്ളൂ. ഒരാൾ എന്താണ്? ഫ്രീ ആണ്. ഈ ഫ്രീ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? കറണ്ട് കണ്ടക്ട് ചെയ്യും. അതാണ് എൻ്റെ റീസൺ എന്ന് പറയുന്നു. ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലൻ്റ്ലി ബോണ്ടഡ് ടു 3 അതർ കാർബൺ ആറ്റം സറൗണ്ടിങ് ഇറ്റ്, ലീവിങ് ആൻ ഇലക്ട്രോൺ ഫ്രീ. ദാറ്റ് ഈസ് ദ റീസൺ. അടുത്ത്, എനി 2 യൂസസ് ഓഫ് അലോട്രോപ്പ്. ഗ്രാഫൈറ്റിൻ്റെ മറ്റ് യൂസ് എന്താണ്? നമ്മളതിനെ ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ പെൻസിലിൻ്റെ ലെഡായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 14ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. ഡയമണ്ട് ഓർണമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഗ്രാഫൈറ്റിന് നമ്മൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഗ്രാഫീന് നമ്മൾ നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യും. 15ാമത്തെ ചോദ്യം, ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കാൽഷ്യം കാർബണേറ്റും നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്, അല്ലേ? ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കാൽഷ്യം കാർബണേറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തപ്പോൾ നമുക്ക് എന്ത് ഗ്യാസാണ് കിട്ടിയത്? നമുക്ക് കിട്ടിയ ഗ്യാസാണ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ റിയാക്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. CaCO3 പ്ലസ് HCl പ്ലസ് CaCl2. നമുക്ക് എന്ത് കിട്ടും? പ്ലസ് അല്ല, സോറി, ഇവിടെ മാറിപ്പോയല്ല. ഗീവ്സ് എന്താണ്? CaCl2 പ്ലസ് പിന്നെ എന്ത് കിട്ടും? വാട്ടർ കിട്ടും. പിന്നെ എന്ത് കിട്ടും? പിന്നെ നമുക്ക് CO2 ഗ്യാസും കിട്ടും. ദ ഗ്യാസ് ഒബ്റ്റൈൻഡ് ഈസ് പാസ്ഡ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ. ഇത് ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, ലൈം വാട്ടർ എന്തുവാണ്? CaOH ട്വൈസ്, അല്ലേ? ലൈം വാട്ടർ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഇത് ലൈം വാട്ടറിനെ എന്തായിട്ട് മാറ്റും? അത് ലൈം വാട്ടറിനെ മിൽക്കി കളറാക്കി മാറ്റും. എന്തുകൊണ്ടാണ്? അവിടെ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്ന കാരണം ആ ലൈം വാട്ടറിനെ എന്തായിട്ട് മാറ്റും? മിൽക്കി ആയിട്ട് മാറ്റും. ഇതാണ് നമ്മുടെ പറയുന്നത്. 15 ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും പറയുന്നത്. ഈ ഉത്തരങ്ങളെല്ലാം PDF ഫോർമാറ്റിലാക്കിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ചാനലിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇനി അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ മുകളിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയച്ചാൽ ഞാൻ സമയം പോലെ അയച്ചു തരാം. ഓക്കെ, അതുപോലെ നമ്മുടെ ഫുൾ ക്ലാസ്സിൻ്റെ നോട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാക്കിയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ടേബിൾ ഫോമിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.